ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡ് സൺഡേ ആണ്. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൺഡേ ആണ്. നമ്മൾ ഇന്ന് നമ്മുടെ ഗാർഡൻ പണികളിലോട്ട് ഇറങ്ങുകയാണ്. മെയിനായിട്ട് ഇന്ന് ഡേയ്സും ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ ഇന്ന് കുക്കിങ്ങും മീൽ പ്രെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഡേയ്സു ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ കൊച്ചിനോട് പറഞ്ഞു എല്ലാം കൂടെ ചെയ്യേണ്ട, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസമായിട്ട് ചെയ്യാം. ഇപ്പോൾ വെതർ നല്ല വെതറാണ്. ഗാർഡൻ ഇവിടെ ആയിരുന്നു. നമ്മൾ സീസണലായിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ നടുമ്പം വിൻ്റർ ആകുമ്പോൾ ഇതെല്ലാം പോകും. പിന്നെ അടുത്ത വർഷം നമ്മൾ വീണ്ടും ചെയ്യും. പക്ഷെ നമുക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അധികം ചെടികളൊന്നും സോഫാർ വാങ്ങിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് മണ്ണ്, നമ്മുടെ വീഡ്സ് ഉണ്ട് കുറേ, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കമ്പോസ്റ്റൊക്കെ ഇട്ട് സോയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെടികളും നടും. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഒരു കാം സൺഡേ, കാഷ്വൽ സൺഡേ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം ആസ്റ്റയിൽ പോവാണ്. നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗാർഡന് വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങളും വാങ്ങിക്കാനുണ്ട്. യൂഷ്വലി നമ്മളുടെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ സാറ്റർഡേ രാവിലെ ആയിരിക്കും, കാരണം അന്നാണ് ഞാൻ മീൽ പ്രെപ്പൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വീക്കെൻഡ് സൺഡേ ആട്ടോ, കാരണം സാറ്റർഡേ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കാർ ഓടിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഡേയ്സു എന്നെ പുഷ് ചെയ്താണ്, ഇന്ന് നീ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ആസ്റ്റയിൽ പോവാണ്. നമ്മൾ ഗാർഡൻ്റെ സാധനങ്ങൾ കൂടുതലും വാങ്ങിക്കുന്നത്, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ B&M, B&Q എന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഷോപ്പിങ്ങിനായിട്ട് പോകണം. ഇന്നിപ്പോൾ തൽക്കാലം ആസ്റ്റയിൽ വന്നു. അപ്പോൾ ആസ്റ്റയിൽ വന്നപ്പോൾ അത് ഈ ഒരു ഓഫറിന് 3 for 5-നൊക്കെ റാസ്ബെറീസ് ഒക്കെ ഇരിക്കുന്ന കണ്ടു. നമ്മൾ സ്ട്രോബെറീസ് ഫസ്റ്റ് ഇയറിൽ നട്ടത്, അത് പിന്നീട് അടുത്ത വർഷവും ഉണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ബെറീസ് എന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓഫറിലൊക്കെയാണ് 3 for 5 pounds. അപ്പോൾ അത് നന്നായിട്ട് വളരുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു. ഭയങ്കര പൈസയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആസ്റ്റയിലൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു സീസണൽ സെക്ഷൻ തന്നെ കാണും. അവിടെ ഗാർഡൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ലോൺ സീഡ്സ്, അതുപോലെ ബാക്കി വെജിറ്റബിൾ ഹെർബ് സീഡ്സ് അങ്ങനത്തെ ഒക്കെ. അപ്പം ഞങ്ങൾ കൂടുതലും B&M എന്നാണ് വാങ്ങിക്കുന്നതെങ്കിലും ഇന്നിപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നപ്പം ഇവിടുന്ന് കുറച്ച് സീഡ്സൊക്കെ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ദേ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ 1 pound ഉള്ളൂ കേട്ടോ ഓരോന്നിനും. പിന്നെ ഹെർബ്സാണ്. ഹെർബ്സൊക്കെ നമ്മൾ നട്ടിട്ട് നന്നായിട്ട് വന്നിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. കൊറിയൻഡർ ലീവ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. വലിയ വിലയൊന്നുമില്ല, 1 pound ഉള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ നമ്മളൊരു മീൻകറി ഉണ്ടാക്കാൻ പോകണം. നമ്മളപ്പം ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തപ്പോൾ കുറച്ച് സാൽമൺ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ നാടൻ സ്റ്റൈലിൽ കറിയാക്കുക. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു, കുറച്ച് ജിഞ്ചർ ഗാർലിക് മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ചില്ലി പൗഡർ മിക്സും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെ മീൻകറി ഉണ്ടാക്കുന്നതെന്ന്. എനിക്കും ഡേയ്സിനും ഏറ്റവും ഇഷ്ടം ഈ ഒരു മുളകിട്ട കോട്ടൺ സ്റ്റൈൽ മീൻകറി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ഇതിനകത്തോട്ട് പുളിവെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഒഴിക്കുക കേട്ടോ, ഡയറക്റ്റ് പുളി ഇട്ട് കൊടുക്കുകയല്ല. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ഇതാണ് ഇഷ്ടം. അപ്പം മീൻകറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, ഈസിയാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് സാൽമൺ പീസസ് ഇട്ട് കൊടുത്തു. ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കുന്നത് സാൽമൺ തന്നെയാണ്, കാരണം ഡേയ്സിന് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫില്ലേജായിട്ട് കിട്ടും, അപ്പം മുള്ളൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തി ആട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഗാർഡൻ പണികൾ ഇതേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ദേ പുല്ലൊക്കെ വളർന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ ഈ സൈഡിൽ നമ്മുടെ ആ ഒരു ഫ്ലവർ ബെഡിൻ്റെ അവിടെയൊക്കെ ഒരുപാട് വീഡ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കുക. ഇത് കണ്ടോ, പുല്ലൊക്കെ വന്ന് വീഡ്സും എല്ലാം കൂടെ നിറഞ്ഞങ്ങ് നിൽക്കുവാണ്. ഇതെല്ലാം കളയണം, എന്നാലേ നമുക്ക് പുതുതായിട്ട് ഇനി നടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇത് അങ്ങനെയാണല്ലോ വിൻഡർ. ഈ ഒരു തട്ടൊക്കെ കഴിഞ്ഞ വിൻഡിലൊക്കെ അത് പോയി. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് പണിയുണ്ട്, എന്നാലും നമുക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല ബട്ടർ മിൽക്ക് ഉണ്ടാക്കി. എന്നാലും ഇത് ഡേയ്സുവിന് കൊടുക്കാൻ വേണ്ടി കേട്ടോ. കുറച്ച് നേരമായിട്ട് അവിടെ പണിയിലാണ്. ഡേയ്സു
എന്താണ് പരിപാടികൾ? വീഡിയോ യെസ്, കൊച്ചു ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ അതിന് മുമ്പ് എന്താ പരിപാടി? പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മൊത്തം ഒന്ന് കിളക്കുകയാണ് ഇവിടെ. കാരണം അറിയാലോ, നമ്മൾ കുറേ നാളെ ഗാർഡനിലോട്ട് കയറിയിട്ട് നിറയെ വീഡ്സും പാടെ ഒന്ന് ചളവായി കിടക്കുവാണ്. നമ്മൾ ഈ വർഷത്തെ സമ്മറിൽ നമ്മളൊന്ന് തട്ടിക്കുട്ടാൻ പോവാണ്. ഭയങ്കര ഗാർഡനൊന്നും അല്ല, എന്നാലും നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗാർഡൻ പണികൾ അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം. അപ്പൊ കുറച്ചു നേരമായി കൊച്ചു, ഒരു 1 hour ആയി പണി തുടങ്ങിയിട്ട്. നമ്മുടെ ഗാർഡന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്. റോസൊക്കെ നിപ്പുണ്ട് കേട്ടോ, പക്ഷെ ബാക്കി ചെടികൾ, സീസണൽ ചെടികളെല്ലാം പോയി. കൊച്ചേ, എന്തായാലും ഈ സംഭാരം ഒന്ന് കുടിച്ചേ. സംഭാരം നമ്മുടെ ഗാർഡനറിന് ഒരു ഈ സംഭാരത്തിൽ ഒതുക്കാം എന്ന് ഓർക്കണ്ട. അത് വേറെ നമ്മള് അടിപൊളി ഫുഡ് വരുന്നുണ്ട്. നല്ല ഉയരത്തിൽ ചോറും അതിനേക്കാൾ ഉയരത്തിൽ കറികളും എല്ലാം ഉണ്ടടാ. കുടിച്ചോ. ആഹാ, നല്ല ഇഞ്ചി, പിന്നെന്താ ചെറിയുള്ളിയാണോ? ചെറിയുള്ളി, പച്ചമുളക് ഇട്ട നല്ല കിടിലൻ സാധനം. ചൂടാണല്ലോ ഇപ്പം. കൊച്ചിനൊരു എനർജി ഡ്രിങ്ക് ആണ്. ഐസ് ചെറുതായിട്ടിട്ട് ഒരു 2 ഓക്കെ അല്ലേ? ഈ ഒരു ഷോട്ട് ഡേയ്സും എടുത്ത കേട്ടോ. ഞാൻ ഇത് ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ അരണയല്ലേ ഇത്, അങ്ങനത്തെ ഒരു സാധനം അതിവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തോരുമില്ലായിരുന്നു. ഓക്കെ, അപ്പം ഡേയ്സ് കിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യം ഈ മണ്ണിൽ നിന്ന് വീഡ്സെല്ലാം കളഞ്ഞിട്ട് ഇതിൽ നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം. അതാണ് പ്ലാൻ. നമ്മൾ ഗാർഡൻ വേസ്റ്റ് ഈ ഒരു ബ്രൗൺ ബിന്നിലായിട്ട് ഇടണ്ടേ. ഇത് 2 weeks വൺസിൽ അവർ വന്ന് കളക്ട് ചെയ്യും. അതേ ചിത്രമൊക്കെ കിളച്ചിവിടെ മണ്ണൊന്ന് എയറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിയും ഈ ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും അവിയലും ആയിരുന്നു. പിന്നെ നേരത്തെ വെച്ച സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് കമ്പോസ്റ്റാണ്. ഇതിനിപ്പോൾ നമ്മൾ കിളച്ച് റെഡിയാക്കിയ ആ സോയിലിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. ഇത് നമ്മൾ B&Q എന്നാണ് വാങ്ങിച്ചത്. 3 for 15 pounds ആയിരുന്നു കേട്ടോ. പല ഓഫേഴ്സിലുണ്ട്. അപ്പം നമ്മൾ ഇതാ വാങ്ങിച്ചത്. അതെ, ഇത് നമ്മളുടെ പണ്ടേ ഉള്ളൊരു ചെടിയാണ്. പാവം ഡേയ്സുവിൻ്റെ 2-3 മണിക്കൂറത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാരില്ല, കൊച്ചെനിക്ക് സമയാസമയത്ത് കൃത്യമായ നല്ല ഹെൽത്തി ഫുഡ് തരുന്നുണ്ട്. അത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും നല്ല എനർജി ആവും. ഇതുപോലെ കിളക്കാൻ പെതുക്കെ എൻ്റെ റോസ്മേരി അപ്പുറത്തുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ച ചെറിയൊരു, കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പിലാണോ? കഴിഞ്ഞ വർഷം നമ്മൾ റോസ്മേരി, നല്ല മണം. കൊച്ചു മണത്ത് നോക്കിയേ, റോസ്മേരിയാ അത്. മണമുണ്ട്, 4 days അതുണ്ട്. പിന്നെ നമ്മുടെ ഇലച്ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആപ്പിൾ ട്രീ ഇപ്പോഴും ഇല്ലേ ആ ഒരു രീതിയിലൊക്കെ തന്നെ നിൽക്കുന്നു. ഇപ്പം ദേ ഇലകൾ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം. ആപ്പിൾ ട്രീക്കോ? നമുക്ക് ആ ഈ ഇവിടുത്തെ മണ്ണ് മാറ്റിയിട്ട് ആ ഫെർട്ടിലൈസറും മിക്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ലാൻഡ്സ്കേപ്പ് അങ്ങനെ പറയണേ ബാക്സ് ആണ്. തടിയുടെ ഇങ്ങനെ കഷ്ണങ്ങൾ നമ്മൾ സോയിലിൻ്റെ മുകളിൽ ഇതിട്ട് കൊടുക്കും. ഈ കാണുന്നത് ലോൺ മോവർ മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വാങ്ങിച്ചായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ലോണൊക്കെ കട്ട് ചെയ്യുന്നത്. ഈ ഗ്രാസല്ലേ, ഈ പുല്ല് കട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ സ്വയം ചെയ്യണം കേട്ടോ. ഇവിടെ ഗാർഡനിങ് ചെയ്യാനൊക്കെ ആളെ കിട്ടും, പക്ഷെ നല്ല എക്സ്പെൻസീവാണ്. ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അധികം ആളുകളൊക്കെ ഗാർഡനറിനെ വിളിച്ചൊക്കെ ചെയ്യുമോയെന്ന്. എല്ലാവരും സ്വന്തമായിട്ടൊക്കെയാണ് ചെയ്യണത്. പിന്നെ ഡേയ്സുനും എനിക്കും പൊതുവെ ഇതൊക്കെ ഇഷ്ടം കേട്ടോ. നമുക്കിതിനെപ്പറ്റി അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾക്ക് ഉള്ള ഐഡിയ വെച്ചും യൂട്യൂബിൽ കാണുന്ന റെക്കമെൻഡേഷൻസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇതാണ് നമ്മുടെ ഗരാജ് സ്പേസ് കേട്ടോ. നമുക്കിങ്ങനെ വലിയൊരു ഗരാജ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആണ് നമ്മൾ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യണത്. നമ്മുടെ ഗാർഡൻ്റെ ഐറ്റംസൊക്കെ ഇവിടെയാണ്. അതുപോലെ നമ്മൾ നാട്ടിൽ പോകാനുള്ള പെട്ടികൾ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് അത്യാവശ്യം ഉണ്ട്. നമ്മൾ കാറിടാൻ ഇത് ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കാണ്. എന്നാക്കുള്ളും നല്ല സ്പേസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കൊച്ചിനൊന്ന് എൻ്റെ മീൽ പ്രെപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചിന് ചെറിയ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെടികൾക്ക്. കുറച്ച് ചെടികളേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമുക്കിനിയും നടാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഞങ്ങൾ ഗാർഡനിൽ തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇടയ്ക്ക് ചായ കുടിച്ചു. അങ്ങനെ ഒരു ദിവസം എന്താ പറയുക, ഒരു സൺഡേ, ഒരു വെൽ സ്പെൻഡ് സൺഡേ ആയിരുന്നു കേട്ടോ. ഈ കാണുന്നത് ബാഗ്സ് ആണ്. നമ്മൾ ഈ സോയിലിൻ്റെ പുറത്തോട്ട് ബാഗ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുക്കുമ്പം വീഡ്സ് കുറവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ച ബെറീസ് നട്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ആദ്യം നമ്മൾ സ്ട്രോബെറി നട്ട സ്ഥലമാണ്. അത് കഴിഞ്ഞ വർഷം തന്നെ പിന്നെ കുറേ കിളിച്ചു വന്നു. നമ്മൾ കുറേ സ്ട്രോബെറീസ് എടുത്തായിരുന്നു. അപ്പോൾ ഈ തവണ നമ്മൾ റാസ്ബെറീസും കൂടെ നട്ടു കൊടുക്കുകയാണ്. നമുക്കറിയില്ല ഇത് വളർന്നു വരുമോയെന്ന്. നമുക്ക് നോക്കാം. കുറച്ച് മന്ത്സിനുള്ളിൽ ഫ്രൂട്ട്സൊക്കെ വരേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ വെർഷൻ ഓഫ് ദ ഗാർഡൻ. ഫൈനൽ എന്ന് പറയാറായിട്ടില്ല, എന്നാലും സോയിലൊക്കെ റെഡിയാക്കിയിട്ടുള്ളൊരു വേർഷനാണ്. ഇനിയിപ്പോൾ ചെടിയൊക്കെ നട്ടിട്ട് നമ്മൾ വീണ്ടും ബാക്കി ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പം തൽക്കാലം ഇതാണ് കൊച്ചുതേ ഈ ഒരു എൽ ഷേപ്പിൽ മൊത്തം സോയിലെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. വീഡ്സൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്ന് ഒരു ഐസ്ക്രീം കഴിക്കുകയാണ്. കാരണം ഇത്രയും പണിയൊക്കെ ചെയ്തല്ലേ, സോ വി ഡിസേർവ് ഇറ്റ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബൈ.